ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ സിവിൽ ഓൺ. RCC എന്നുള്ള സബ്ജക്റ്റാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 1 വീഡിയോ ആയിട്ട് RCCയുടെ ബേസിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ കേരള PSC അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓവർസിയർ ഗ്രേഡ് 1 എക്സാംസിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് അതിന്റെ കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, വൈകാതെ തന്നെ വീഡിയോയിലേക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ RCC നമുക്ക് എല്ലാവർക്കും അറിയാം. RCC മീൻസ് റെയിൻഫോഴ്സ് സിമെന്റ് കോൺക്രീറ്റ്. അതായത് റെയിൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റീല് കോൺക്രീറ്റ് കൂടി ആഡ് ചെയ്തതാണ് RCC എന്ന് പറയുന്നത്. അപ്പോൾ കോൺക്രീറ്റ് സ്റ്റീലിന്റെ പ്രോപ്പർട്ടി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ അറിയാം മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി ഓഫ് കോൺക്രീറ്റ്. എലാസ്റ്റിസിറ്റി ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് IS 456 EC വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു 5000√FCK. അതിൽ FCK എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ആണ്. കോൺക്രീറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ന്യൂട്ടൺ പെർ mm സ്ക്വയറിലാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ ഈസ് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ഇൻ ഫ്ലെക്ചർ. FCR വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. FCR ഈസ് ഈക്വൽ ടു 0.7√FCK എന്നുള്ളതാണ് ഫോർമുല. സോ ഈ രണ്ട് ഫോർമുല ഇമ്പോർട്ടന്റ് ആണ്. FCK എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്. അതെന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ അതിന് വേണ്ട ഒരു കോൺക്രീറ്റിന് വേണ്ട മിനിമം സ്ട്രെങ്ത് ആണ്. അതെങ്ങനെയാണെന്ന് വിചാരിച്ചാൽ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മളൊരു സ്ട്രെങ്ത് കോൺക്രീറ്റ് സ്ട്രെങ്ത് സാമ്പിൾ എടുത്തിട്ട് കോൺക്രീറ്റ് സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 5% ടെസ്റ്റ് റിസൾട്ട്സ് എങ്കിലും 5% ടെസ്റ്റ് റിസൾട്ടിനേക്കാൾ കൂടുതൽ ഫെയിൽ ആവാൻ പാടില്ല. സപ്പോസ് 100 ടെസ്റ്റ് സാമ്പിൾസ് എടുക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 95 സാമ്പിൾസ് എങ്കിലും റിക്വയർഡ് സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്, FCK. നെക്സ്റ്റ് സ്റ്റീലിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സ്റ്റീലിന് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത്. 2 × 10⁵ ആണത്. ⁵ എന്നാണ് എഴുതിയിരിക്കുന്നത്. ന്യൂട്ടൺ പെർ mm സ്ക്വയറിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈ യങ്സ് മോഡുലസ് ഏതൊരു ടൈപ്പ് ഓഫ് സ്റ്റീൽ ആയിക്കോട്ടെ, മൈൽഡ് സ്റ്റീൽ, HYSD ബാസിനൊക്കെ സെയിം തന്നെയാണ് യങ്സ് മോഡുലസ് വരും. ഇനി ടൈപ്പ് ഓഫ് സ്റ്റീലില് മൈൽഡ് സ്റ്റീൽ, HYSD ബാസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. മൈൽഡ് സ്റ്റീല് മെയിൻലി Fe250 ആണ്. Fe250 ഇതിൽ 250 എന്ന് പറയുന്നത് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ആണ്, അല്ലെങ്കിൽ ഈൽഡ് സ്ട്രെസ് ആണ് 250 എന്ന് പറയുന്നത്, വിച്ച് ഈസ് ന്യൂട്ടൺ പെർ mm സ്ക്വയറിലായിരിക്കും യൂണിറ്റ്. അതുപോലെ തന്നെ HYSD ബാർസ് ആയിക്കോട്ടെ, Fe450 റെപ്രസെന്റ് ചെയ്യുന്ന ഡിജിറ്റ്സ് എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് അല്ലെങ്കിൽ എന്താണ് ഈൽഡ് സ്ട്രെസ് ആണ്. HYSD ബാസ് എന്ന് പറയുന്നത് ഫുൾ ഫോം നമുക്കറിയാം, ഹൈ ഈൽഡ് സ്ട്രെങ്ത് ഡിഫോർമേഷൻ ബാസ് ആണ്. ഹൈ ഈൽഡ് സ്ട്രെങ്ത് മൈൽഡ് സ്റ്റീലിനെ അപേക്ഷിച്ച് ഇതിന് കൂടുതലായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം, എന്നിട്ട് എൻ്റെ കോൺസെപ്റ്റ്സ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the characteristic strength of concrete is defined as that compressive strength below which not more than 2005 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമ്മളിപ്പോൾ തന്നെ പറഞ്ഞ കാര്യമാണ്. 5% ഓഫ് റിസൾട്ട്സ് ഫോൾ ആണ് ആൻസർ. Next question, the modulus of elasticity of concrete as per IS 456/2000 with characteristic compressive strength FCK is. അതായത് വേറെ ഒന്നുമില്ല, മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി ഓഫ് കോൺക്രീറ്റിന്റെ ഫോർമുലയാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ആകെ പഠിച്ച രണ്ട് ഫോർമുല എന്ന് പറയുന്നത് ഇതുമാണ്. ഈ ഒരു ഫോർമുലയൊന്നും നമ്മൾക്ക് ഇല്ല. സോ ഇതിലേതെങ്കിലും ഒന്നാണ് നമുക്കറിയാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി ഓഫ് കോൺക്രീറ്റ് പഠിച്ച ഫോർമുല എന്ന് പറയുന്നത് 5000√FCK ആണ്. ഇത് എന്തിന്റെ ഫോർമുലയായിരുന്നു? മോഡുലസ് ഓഫ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ഇൻ ഫ്ലെക്ചർ ആയിരുന്നു. ഈ രണ്ട് ഫോർമുല നമ്മൾ കണ്ടതാണ്. സോ അങ്ങനെ നമുക്ക് ഓപ്ഷൻ ഡി 5000√FCK ആണ് ആൻസർ. FCK വിട്ടുപോയതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മോഡുലസ് ഓഫ് റപ്ചർ ഓഫ് M25 കോൺക്രീറ്റ് മേ ബി ടേക്കൺ ആസ് ന്യൂട്ടൺ പെർ mm സ്ക്വയർ. മോഡുലസ് ഓഫ് റപ്ചറിന്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഫോർമുല നമുക്കറിയാം അല്ലെ. മോഡുലസ് ഓഫ് റപ്ചർ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്തുട്ടാ, ഈ ഒരു സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ഇൻ ഫ്ലെക്ചർ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് മോഡുലസ് ഓഫ് റപ്ചർ. അതായത് ഫ്ലെക്ചറിലുള്ള സ്ട്രെങ്ത് ആണ് മോഡുലസ് ഓഫ് റപ്ചർ തന്നെ. സോ FCR എന്നാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. FCR ഈസ് ഈക്വൽ ടു ഫോർമുല 0.7√FCK. അപ്പോൾ നമുക്ക് FCK എന്ന് പറയുന്ന വാല്യൂ അറിയാം. M25 25 ആണല്ലോ FCK. സോ അത് നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ √25 ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടും. 5 × 0.7 ചെയ്താൽ 3.5 ന്യൂട്ടൺ പെർ mm സ്ക്വയർ കിട്ടും. സോ ഓപ്ഷൻ എ വിൽ ബി ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
cube strength is found to be approximately dash times the cylinder strength. Cube strength cylinder strength അപേക്ഷിച്ച് എത്ര ടൈംസ് ആണെന്നാണ് ചോദ്യം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അറിഞ്ഞിരിക്കണം ക്യൂബിന്റെ സ്ട്രെങ്ത് ആണ് സിലിണ്ടറിന്റെ സ്ട്രെങ്തിനേക്കാളും വലുത്. ദാറ്റ് മീൻസ് അതായത് സെയിം ഏരിയ ഉള്ള ക്യൂബും സിലിണ്ടറും സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യാൻ എടുക്കുകയാണെങ്കിൽ ക്യൂബിന്റെ സ്ട്രെങ്ത് ആയിരിക്കും സിലിണ്ടറിന്റെ സ്ട്രെങ്തിനേക്കാളും വലുത് എന്ന് അറിഞ്ഞിരിക്കാം. ആ കോൺസെപ്റ്റ് ഉണ്ടായാൽ തന്നെ നമുക്ക് ഇവിടുത്തെ ആൻസർ കിട്ടും അല്ലെ. ബിക്കോസ് ഈ ഫസ്റ്റ് 3 ഓപ്ഷൻ എന്ന് പറയുന്നത് 0.1 താഴെയുള്ള ഓപ്ഷൻ ആണ്. സോ അതായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് 1 താഴെയുള്ള ഏതൊരു നമ്പർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ചെറിയ ആൻസർ ആ വരാം, ആ നമ്പറിനേക്കാളും ചെറിയ ആൻസർ ആ വരാം. സോ വലിയ ക്യൂബിന്റെ സ്ട്രെങ്ത് ആണ് വലുത്. അപ്പോൾ 1.25 ടൈംസ് ആയിരിക്കും എന്തൊക്കെയാലും ഇവിടെ ആൻസർ വരാം. സോ പക്ഷെ വാല്യൂ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. സോ ക്യൂബ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് സിലിണ്ടർ സ്ട്രെങ്ത്തിന്റെ 1.25 ടൈംസ് ആയിരിക്കും. ഓക്കെ, ദെൻ സിലിണ്ടർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 0.8 ഇൻറ്റു ക്യൂബ് സ്ട്രെങ്ത് ആയിരിക്കും. ഇതെങ്ങനെ കിട്ടാന്ന് വെച്ചാൽ ഒരെണ്ണം ഇത് പഠിച്ചാൽ മതിയാകും. അതായത് 1/1.25 ഇപ്പുറത്തേക്ക് വരുമ്പോൾ 1/1.25 എന്നാവും. സോ 1/1.25 0.8 എന്ന് കിട്ടും. സോ അങ്ങനെ പഠിക്കാം. Next question. The permissible tensile stress in steel for mild steel bar is. പെർമിസിബിൾ ടെൻസൈൽ സ്ട്രെസിന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. മൈൽഡ് സ്റ്റീൽ ബാർ എന്ന് പറയുന്നത് നമുക്കറിയാം M250 ആണ് അല്ലെ. M250 ആണ് മൈൽഡ് സ്റ്റീൽ ബാർ. സോ അതിന്റെ പെർമിസിബിൾ സ്ട്രെസ് ടെൻസൈൽ സ്ട്രെസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഈ 250 ഒരിക്കലും എഴുതരുത്. അതെന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഈൽഡ് സ്ട്രെങ്ത് ആണ് ഈ 250 എന്ന് പറയുന്നത് FYയുടെ വാല്യൂ ആണത്. സോ ആൻസർ എന്ന് പറയുന്നത് 140 ആയിരിക്കും. ഈ ഒരു വാല്യൂ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ 250 വിൽ ബി ദി ആൻസർ. നെക്സ്റ്റ് ഇതുപോലെ തന്നെ HYSD ബാസിന്റെ കേസിലും പെർമിസിബിൾ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 230 ആണ്. അതുപോലെ തന്നെ ഈൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന വാല്യൂ തന്നെ, അതിൽ വ്യത്യാസമൊന്നുമില്ല. സോ ഈ രണ്ട് വാല്യൂസ് ആണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ഓക്കെ, ഇത് ബൈ ഹാർട്ട് തന്നെ പഠിക്കണം. ഏകദേശം നമുക്ക് ആലോചിക്കാം മൈൽഡ് സ്റ്റീലിന്റെ 250 ആണെങ്കിൽ അതിന്റെ ഹാഫിനേക്കാളും, ഹാഫ് എന്ന് പറയുന്നത് 125 ആയിരിക്കും, അതിനേക്കാളും വലിയൊരു വാല്യൂ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഏകദേശം 450 എന്ന് പറയുന്നതിന്റെ ഹാഫിനേക്കാളും കുറച്ചുകൂടി വലിയ വാല്യൂ തന്നെയാണ്. അപ്പൊ ഈ രണ്ട് വാല്യൂ അങ്ങനെയായാലും ആലോചിച്ച് വെക്കാം, 140 230 ആണ്. ഓക്കെ, കറക്റ്റ് വാല്യൂ തന്നെ പഠിച്ചു വെക്കണം, അല്ലെങ്കിൽ ഓപ്ഷൻ വരുന്ന കൺഫ്യൂസ്ഡ് ആവും. Next question. Which one of the following set of values gives the minimum clear cover for main reinforcement in slab, beam, column and footing respectively according to IS 456? അതായത് കവറാണ് ചോദിച്ചിരിക്കുന്നത്. സ്ലാബ്, ബീം, കോളം, ഫൂട്ടിങ് എല്ലാത്തിൻ്റെയും കവർ ഒറ്റ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് മാത്രം. സോ ഇതിന്റെ കവർ പറഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നുള്ളൂ. IS 456 റെക്കമെൻഡ് ചെയ്യുന്ന മിനിമം ക്ലിയർ കവർ എന്ന് പറയുന്നത് സ്ലാബിന് 15 mm ആണ്, ബീമിന് 25 mm, കോളത്തിന് 40, ഫൂട്ടിങ്ങിന് 75. സോ ഈ ഒരു ഓപ്ഷനിലുള്ളത് സി ആണ് ഇത് കറക്റ്റ് ആയിട്ട് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ ഈ വാല്യൂ അറിഞ്ഞിരുന്നാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ആയി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ദ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി? ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി ഏതാണെന്നാണ് ചോദ്യം. ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി മെയിൻലി രണ്ടാണ് ഉള്ളത്. ദാറ്റ് ഈസ് ലിമിറ്റ് സ്റ്റേറ്റ് ഇൻ ഡിഫ്ലക്ഷൻ ആൻഡ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി ഇൻ ക്രാക്കിംഗ്. സോ ഓപ്ഷനിലുള്ളത് ക്രാക്കിംഗ് മാത്രമാണ്, ഡിഫ്ലക്ഷൻ ഇല്ല. സോ ഓപ്ഷൻ എ വിൽ ബി ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ്. ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത് XUmax ബൈ ഡിയുടെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഫോർ FE 500 ഗ്രേഡ് സ്റ്റീലിന്റെ കേസിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ IS 456 ഒരു ടേബിൾ ഉണ്ടാവും, പേജ് 70 ഒരു ടേബിൾ ഉണ്ട്. അതായത് സ്റ്റീലിന്റെ ഗ്രേഡ് അനുസരിച്ച് XUmax ബൈ ഡിയുടെ വാല്യൂ തരുന്നതാണ് ആ ടേബിൾ. സോ ഇതാണ് ആ ടേബിൾ എന്ന് പറയുന്നത്. FE 250യുടെ വാല്യൂ ഈ 2 ഡിജിറ്റ് പഠിച്ചാൽ മതി, XUmax ബൈ ഡിയുടെ. അങ്ങനെയാണ് ആ ടേബിളിൽ ഉള്ളത് IS 456. സോ 0.53 ആണ് FE 250യുടേത്. FE 450യുടേത് 0.4, ഇത് അപ്രോക്സിമേറ്റ്ലി 0.48 എന്നാണ് വാല്യൂ. ഓക്കെ, 0.48 ആണ്. അതുപോലെ തന്നെ ഈ FE 500ന്റെ 2 ഡിജിറ്റിലാക്കുമ്പോൾ ഏകദേശം 0.46 ആവും അല്ലെ, റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 0.46 ആവും. സോ 0.53 FE 250, FE 450 0.48 ആൻഡ് FE 500 0.46. അപ്പൊ ഇവിടെ സ്റ്റീലിന്റെ ഗ്രേഡ് കൂടുന്നതിനനുസരിച്ച് കുറയാണ് XUmax ബൈ ഡി വാല്യൂ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ 500 ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി 0.46 വിൽ ബി ദി ആൻസർ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ഓഫ് ദി സെഷൻ ആണ്. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും അടുത്ത RCCയുടെ പാർട്ടിൽ. സോ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ ഇതാണ്: മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് മിക്സ് യൂസ്ഡ് ഫോർ വാട്ടർ റിട്ടൈനിങ് സ്ട്രക്ചേഴ്സ് വിത്ത് ആൾട്ടർനേറ്റ് വെറ്റിംഗ് ആൻഡ് ഡ്രൈയിങ് ഈസ്. അതായത് വാട്ടർ റിട്ടൈനിങ് സ്ട്രക്ചർ ഉപയോഗിക്കുന്ന കോൺക്രീറ്റ് മിക്സിൻ്റെ മിനിമം ഗ്രേഡ് എത്ര വേണമെന്ന്, ആൾട്ടർനേറ്റ് വെറ്റിംഗ് ഡ്രൈയിങ് കണ്ടീഷനിലുള്ളത്. സോ 4 ഓപ്ഷൻസ് കൊണ്ട് ആൻസർ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോനെ സംബന്ധിച്ച് കമൻറ്റ് ചെയ്യാം. ഞാൻ ആൻസർ കമൻറ്റ് ബോക്സിൽ ഇടുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള പാർട്സ് ഇനി വൈകാതെ തന്നെ ഉണ്ടാവുന്നതാണ്. സോ താങ്ക് യു.